മലയാള സിനിമാ രംഗത്തെക്കുറിച്ച് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറ്റൊരു പൻഡോരയുടെ പെട്ടിയാവുകയാണ്. കൂടത്തിൽ നിന്ന് പുറത്തു വരുന്നത് സിനിമാ പ്രവർത്തകർക്കെതിരെ സഹപ്രവർത്തകരായ വനിതകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ഭൂതങ്ങളാണ്. മൊഴികളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിൽ പൊതുപരാമർശങ്ങളേ ഉള്ളൂ. പുറത്ത് മാധ്യമങ്ങളിലൂടെ വരുന്ന വെളിപ്പെടുത്തലുകൾ തുടരുന്നു. പ്രമുഖ താരങ്ങൾ മുതൽ സംവിധായകരും യുവനടന്മാരും ഉൾപ്പെടെയുള്ളവരാണ് ആരോപണ വിധേയർ. അമ്പു കൊള്ളാത്തവരില്ല റിബുക്കളിൽ എന്ന് പറയാവുന്ന അവസ്ഥയാണ്. നടി ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിലാണല്ലോ ഇത്തരമൊരു കമ്മീഷനെ തന്നെ സർക്കാർ വെച്ചത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, സിനിമാ രംഗത്ത് നിലനിൽക്കുന്ന തികച്ചും സ്ത്രീവിരുദ്ധമായ അരാജകമെന്ന് പറയാവുന്ന ഒരു വ്യവസ്ഥയുടെ ഉപോൽപ്പന്നമായ ക്രിമിനൽ വൽക്കരണമാണ് അത്തരമൊരു സാഹചര്യത്തിലേക്ക് വരെ വഴിവെച്ചത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിസ്ഥാനത്ത് സിനിമാ രംഗം തന്നെ വരികയാണെന്നർത്ഥം. ആ കണ്ടെത്തൽ കൂടിയാണ് ഹേമ കമ്മിറ്റി അത് എടുത്തു പറഞ്ഞില്ലെങ്കിലും നിർവഹിച്ചിരിക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ്, കോംപ്രമൈസ്, കാസ്റ്റിംഗ് കൗച്ച് തുടങ്ങി പലവിധ കൂടുവാക്കുകളിലൂടെ അറിയപ്പെടുന്ന വൃത്തികേടുകളുടെ കഥകളാണ് ഈ കമ്മിറ്റിക്ക് കണ്ടെത്തേണ്ടി വന്നിരിക്കുന്നത്. ആര് പറഞ്ഞാലും നേര് പറയണം, ഓരോന്നു തോന്നിയാൽ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം, എല്ലാരും മാവേലിമാരല്ല. നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. വൃത്തികേട് ആണല്ലോ. ഇതിലും വൃത്തികെട്ട 5 എണ്ണമാണ് ഞാൻ കണ്ടത്. അതിലൊന്ന് നീല നിറം. വനിതകൾക്ക് അവസരം ലഭിക്കണമെങ്കിൽ കിടക്ക പങ്കിടണം. വഴങ്ങാത്തവർ അഭ്രപാളിയിൽ നിന്ന് പുറത്ത്. സിനിമയുടെ കാര്യം കുറച്ചൊക്കെ എനിക്കും അറിയാം. എന്തറിയാന്ന്? മാഡം ആരോടും പറയില്ലെന്നുണ്ടെങ്കിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റും ഞാൻ തയ്യാറാ. അതൊക്കെ പണ്ട് ഇത് വന്നിട്ടാണോ? പണ്ടും ഇത് കേട്ടിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ഇതുപോലുള്ള കഥകൾ നമ്മൾ പലതും കേട്ടു. നിങ്ങളും കേട്ടിട്ടില്ലേ? ഞാനും കേട്ടിട്ടില്ലേ? നാട്ടുകാർ കേട്ടിട്ടില്ലേ? അതാണ് അതിനെപ്പറ്റിയൊന്നും അഭിപ്രായം പറയാൻ ഞാനില്ല. കാരണം വെച്ചാൽ അതൊക്കെ അതിനകത്ത് പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. നടുക്കുന്ന അനുഭവങ്ങൾ അമ്പരപ്പോടെ കേട്ട് കേരളം. നടിമാരുടെ കിടപ്പുമുറിയുടെ വാതിലിൽ കൊട്ടുന്നത് പതിവ് സംഭവം. എന്നെ സജർ സർ, എത്ര നാളത്തെ ആഗ്രഹം എന്ന് അറിയോ? എന്റെ അടുത്ത 3 പടത്തിൽ നീയാണ് ഹീറോയിൻ. വാ പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്തിനാണ് അടക്കല്ലേ? ഈ സംവിധായകന്റെ ഒരു രീതികളുണ്ട്. അയാള് നമ്മൾ അഭിനയിക്കാൻ ചെല്ലുന്ന നടിമാരോട് ആദ്യം ഭയങ്കര സ്വാതന്ത്ര്യം. എല്ലാം നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് അവർക്കിഷ്ടമുള്ള ഡ്രസ്സ് കൊടുക്കും. പൊട്ട് വെക്കണം, പൊട്ട് വെച്ചോളൂ. എല്ലാ സ്വാതന്ത്ര്യം, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ പിന്നീട് പുള്ളി നമ്മളോട് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും. ഫോണിലൂടെ റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ഫാദറിനെയും കൊണ്ടാണ് ചെന്നത്. നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരണോ? ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതി. തൽപരകക്ഷിയല്ല. എനിക്കിതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വേറെ ചാനലിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹം അങ്ങനെ മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ തിരിച്ച് തക്കതായിട്ടുള്ള മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നേ വരെ ഞാൻ അയാളെ പിന്നെ കണ്ടിട്ടുമില്ല. അപ്പോൾ നമ്മൾ എടുക്കേണ്ട നിലപാട് ആ ഒരു സമയത്ത് തന്നെ എടുക്കേണ്ടതാണ്. നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. ഇവിടെ ഭയങ്കര പൊന്നിത്ര ശല്യം. ഞാൻ പോട്ടെ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹികൾ ഈ റിപ്പോർട്ടിന്മേൽ നടത്തുന്ന പ്രതികരണത്തിനെടുക്കുന്ന കരുതലും ശ്വാസം മുട്ടലും കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാര്യങ്ങൾ വൃത്തിക്കല്ല പോകുന്നതെന്ന്. പ്രതികരണത്തിന് തന്നെ ദിവസങ്ങൾ വേണ്ടി വന്നു. പ്രതികരിക്കാനെടുത്ത കാലതാമസത്തിലും രീതിയിലും സംഘടനയ്ക്കുള്ളിൽ തന്നെ ഭിന്നതയുണ്ടെന്ന് മനസ്സിലായി. അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖും വൈസ് പ്രസിഡന്റ് ജഗദീഷിന്റെയും വാക്കുകൾ കേൾക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ പ്രതികരണം വൈകിപ്പോയി എന്ന് പൊതുവെ ഒരു പരാതി ഉയർന്നിട്ടുണ്ട്. ആദ്യമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകിയതിന് ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അന്ന് ഞങ്ങളൊരു ഷോയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല.
അതിൽ നിന്നും അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെ പറ്റി പലതും പറഞ്ഞിട്ടുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. അത് പോയിന്റ്. ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. അതിനോട് യോജിക്കുന്നില്ല. വീണ്ടും മൊഴി കൊടുക്കണമെന്ന് പറയുന്നത് അവരെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. മൊഴി കൊടുത്തിട്ടുണ്ട്, അവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. ആ മൊഴി മാറ്റി പറയാൻ അവർ സന്നദ്ധരല്ലെങ്കിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. മറ്റ് പല മേഖലകളിലും നിങ്ങൾക്കറിയാവുന്നതാണ്, നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അമ്മയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ, മലയാളം സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തും നടക്കുന്നില്ലേ എന്ന ചോദ്യം അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. 2006 നടന്നൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരാതി തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരാതി ഇഗ്നോർ ചെയ്തത് തെറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. 5 കൊല്ലം മുമ്പ് നടന്നാലും 10 കൊല്ലം മുമ്പ് നടന്നിരുന്നാലും അട്രോസിറ്റീസ്, ലൈംഗികമായ ചൂഷണം അതൊരിക്കലും സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ല. അതിന് നിയമ നടപടികൾ വരണം. എൻ്റെ ദൈവമേ, എന്നെ കാലം തീറ്റിക്കുകയാണല്ലോ ഇത്. റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ നിഷേധിക്കാൻ അമ്മ ഭാരവാഹികളായ നടികളെ വരെ വാർത്താ സമ്മേളനത്തിൽ കൊണ്ടുവന്നു. സംഘടനയ്ക്ക് ഒറ്റപ്പെട്ട പരാതികളെ കിട്ടിയിട്ടുള്ളൂ എന്നായി. എല്ലാവർക്കും ദുരനുഭവം ഉണ്ടായിട്ടില്ലായിരിക്കാം, പക്ഷേ ദുരനുഭവം ഉണ്ടായവരുടെ മൊഴിയുണ്ടല്ലോ സർക്കാർ നിയോഗിച്ച ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ. മാത്രമല്ല, കമ്മീഷൻ തന്നെ പറഞ്ഞതും പറയാത്തതുമായ പേജുകൾ ഇനിയും പുറത്തു വരാനുണ്ട്. അത് കോടതിയുടെ പരിഗണനയിലുമാണ്. അതും കൂടി പുറത്തു വന്നാൽ പറഞ്ഞു നിൽക്കാൻ പറ്റുന്നതാണോ ഈ ഒറ്റപ്പെട്ട സംഭവമെന്ന നിസ്സാരവൽക്കരണം? ഇന്നേ വരെ എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് സിനിമയിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകാതെ ഇത് ഭാവനയിൽ വിരിഞ്ഞ കാര്യമായിട്ട് ആൾക്കാർ പരാതി പറയുമോ? എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടവർ തന്നെ ആയിരിക്കണം പരാതി ബോധിപ്പിച്ചിട്ടുള്ളവർ. ആ എക്സ്പ്ലോയിറ്റേഷൻ പറഞ്ഞ് പരാതി രേഖപ്പെടുത്തുമ്പോൾ അതൊന്നും നടക്കുന്നില്ല, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ നമ്മൾ ആരാണ്? ഒരു പരാതി 2018 വന്ന പരാതി ഒന്നും ചെയ്തില്ല. പിന്നെ എത്രയോ സ്ത്രീകൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം വിഷയങ്ങൾ നടക്കില്ലെന്നല്ലോ സുഹൃത്തെ. ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയാലേ ഞങ്ങൾ അറിയുള്ളൂ. ഒരു സംഭവമാണെങ്കിൽ പോലും അതിനെതിരെ നടപടി വേണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. ഈ സാധാരണ രാഷ്ട്രീയത്തിൽ എന്ത് നടക്കുമ്പോഴും, ഒരു അക്രമം നടക്കുമ്പോൾ ഭരണപക്ഷം പറയും അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന്, പ്രതിപക്ഷം പറയും ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ഇന്ന രീതിയിലാണെന്ന്. അത് മാറി മാറി വരുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ഇതിനകത്തില്ല. ഇതിനകത്ത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും അത് 50 പേർക്ക് പരാതി ഉള്ളെങ്കിലും 70 പേർക്ക് പരാതി ഉള്ളെങ്കിലും 5 പേർക്ക് മാത്രമേ പരാതി ഉള്ളൂ എങ്കിൽ പോലും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതിൽ പുകമറ സൃഷ്ടിക്കാൻ പാടില്ല. ശരിയാവും. കമ്മീഷന് മൊഴി നൽകിയവരിൽ പലർക്കും തങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവർ പുറത്തൊന്നും പറയുന്നില്ല. പക്ഷേ മുമ്പും ഇപ്പോഴുമായി ഇത്തരം ദുരനുഭവങ്ങൾ ചിലർ തുറന്നു പറഞ്ഞു തുടങ്ങിയതോടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ് പലർക്കും. അമ്മയുടെ മുമ്പത്തെയും ഇപ്പോഴത്തെയും ജനറൽ സെക്രട്ടറിമാർക്കെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട പരാതികൾ എന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറിക്ക് തന്നെ 2 ദിവസത്തിനുള്ളിൽ രാജിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. പ്രമുഖർ മുതൽ യുവനടന്മാർക്കെതിരെ വരെ ഇത്തരം ആരോപണങ്ങൾ ഉയരുകയാണ്. സിദ്ദിഖ് പീഡിപ്പിച്ചുവെന്ന് തുറന്നു പറഞ്ഞ യുവനടി, ലൈംഗികാതിക്രമം ചെറുപ്രായത്തിലെന്നും രേവതി സമ്പത്ത്. വല്ല കൈമടക്കം കൊടുത്ത് ഊരി പോരാ നോക്ക്. കൈക്കൂലിയൊക്കെ തെറ്റല്ലേ ഏട്ടാ? എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ. ഇന്ന് കാണുന്ന ഈ ഒരു മുഖം എന്ന് പറയുന്നത് അട്ടർ നോൺസെൻസ് ആയിട്ടുള്ളൊരു മുഖമാണ് അയാൾക്കുള്ളത്. അയാൾ ക്രിമിനലിസം അല്ലേ ഇത് എന്നൊക്കെ പറയുമ്പോഴും അയാൾ നമ്പർ 1 ക്രിമിനലാണ്. സംഭവിക്കുന്നത് 20-21 വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ, എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ. എനിക്ക് വേണ്ട, മോള് വൈകുന്നേരം ചായ കുടിച്ചില്ലല്ലോ. വേണ്ട കാര്യട്ടാ. അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് എ ട്രാപ്പ്. അങ്ങേര് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. അയാൾ ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ്. അദ്ദേഹത്തിൻ്റെ സർട്ടൻ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ലൈക്ക് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. കാണാൻ പറ്റണില്ല.
ഞാനൊന്ന് പിടിച്ചോട്ടെ. ഇങ്ങനെ ഇത്രയും ആരോപണങ്ങൾ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ആ സംഘടനയുടെ ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായിട്ട് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സ്വമേധയാ ഇന്നിപ്പോ രാവിലെ പ്രസിഡന്റിനെ രാജി അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്ങോട്ട്? എടോ, പരാതിക്കാരനില്ലാതെ പോലീസ് കേസെടുക്കാൻ മാട്ടാ. വാ കേറ്. സുധീഷ് അദ്ദേഹത്തെ കാണുന്നു. ഞാൻ അന്ന് എന്താ പറയുക, അത്ര ഏജ് ഇല്ലാത്ത ഒരാളാണ്. അപ്പം നമ്മൾ കുട്ടിക്കാലം കാണുന്ന ഒരു ആദരവോട് കൂടിയൊക്കെ ഒരു സിനിമയിലുള്ള ഒരു ക്യാരക്ടറൊന്നുമല്ല, റിയൽ അവരുള്ള ക്യാരക്ടർ. അപ്പം നമ്മൾ അവരെ അടുക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പം എന്നോടും ഇങ്ങനെ പറഞ്ഞത് നമുക്ക് ടൂറ് പോകണം, എങ്ങനെ കറങ്ങിയിട്ടൊക്കെ വരാം, അല്ല സൺഡേ പോവാം. എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മയെ കാണുന്ന എനിക്ക് എന്റെ അമ്മയെ കാണണം. പിന്നെ അവരെ ഭാര്യ വിളിക്കുക, എടുത്തുള്ളപ്പം പറയും ഭാര്യ വരുന്നുണ്ടെന്ന് പതിയെ പറയാം. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം അവരെ അറിയണം. എനിക്ക് എന്റെ അമ്മയെ കാണണം. മോനെ കള്ളിറങ്ങിട്ടടാ, ഞാൻ കൊണ്ടാക്കാം. നമ്മളിപ്പോ 10-38 വർഷമായി സിനിമാ ഫീൽഡില്. അപ്പൊ നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിലും ഷൂട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പോവാറുണ്ട്. അപ്പൊ പിന്നെന്താ പറയാ, ഒരുപാട് ആൾക്കാരെ കാണുന്നതാണ്, സംസാരിക്കുന്നതാണ്, ഒക്കെയാണ്. പക്ഷെ എന്റെ ഓർമ്മയിലില്ല ആളെ, എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ. 2018 തന്നെയായിരുന്നു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അമ്മ സംഘടനയിലെ ഇടവേള ബാബു അദ്ദേഹത്തിന്. അപ്പം അമ്മ സംഘടനയിൽ കയറണേ 2 ലക്ഷം രൂപ കൊടുക്കണം, പിന്നെ കുറച്ച് സിനിമയും ചെയ്യണം. ഒരു 10 സിനിമയാണെന്ന് തോന്നുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവുകയാണെങ്കിൽ 2 ലക്ഷം അതൊന്നും ആവശ്യമില്ല, ഒത്തിരി സിനിമ കിട്ടും. നേതാക്കന്മാർക്ക് എന്ത് തമ്മിൽ പ്ലീസ് നാട്ടിക്കരുത്, എന്ത് വേണമെങ്കിലും ചെയ്യാം. അയാളുടെ എല്ലാ സർവൈവേഴ്സിന്റെ അടുത്തും സിമിലർ അപ്രോച്ചാണ് നടത്തുന്നത്. അതൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമാണ് അയാളിൽ നിന്ന് വരുന്നത്. എല്ലാരും അടിച്ചു കയറി വാ. അയാൾ ചോദിച്ചത് ഫുള്ള് ഡയറക്റ്റ്ലി വിളിക്കുന്നു, വിളിച്ച് അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ പിന്നെ നിങ്ങൾക്ക് സെക്സ് ഇഷ്ടമാണോ, നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം, എന്ത് പൊസിഷനാണ് ഇഷ്ടം, ഇങ്ങനെയൊക്കെയാണ് എന്നോട് സംസാരിച്ചത്. ഐ വാസ് 21 at that time, 21 or 22 at that time. എന്താണ് ഇങ്ങനെ ചില തെണ്ടി പിള്ളേരെ പോലെ? സർക്കാരിന്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ വരെ വന്നു പരാതി. സ്വന്തം സിനിമയുടെ ചിത്രീകരണത്തിനിടെ മോശമായി പെരുമാറിയെന്നും താൻ നോ പറഞ്ഞതോടെ തന്നെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയെന്നുമാണ് ബംഗാളി നടിയുടെ ആരോപണം ഉയർന്ന ഉടൻ തന്നെ രഞ്ജിത്ത് രാജിവെക്കണമായിരുന്നു. സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണത്തിലെ വിറയലിനും തിരുത്തലിനും അവസരം കൊടുക്കണമായിരുന്നോ? എന്തായാലും ഒരു ദിവസം വൈകിയാണെങ്കിലും രഞ്ജിത്ത് രാജിവെച്ചൊഴിഞ്ഞിട്ടുണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ. പാലേരി മാണിക്യം ഒഡീഷനിടെ ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറിയെന്ന ബംഗാളി നടി. ഏതെങ്കിലും ഒരാള് ആരെ പറ്റിയെങ്കിലും ഒരു ആക്ഷേപം പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റുമോ? അങ്ങനെ കേസെടുത്ത് കേരളത്തിൽ ഏതെങ്കിലും കേസ് നിലനിന്നിട്ടുണ്ടോ? എന്ത് പ്രഹസനമാണ് സജി. ഞാനാണ് ആ സ്ഥാനത്തിരിക്കുന്നതെങ്കിൽ നിരുപാധികം ഞാൻ പുറത്തിറങ്ങി നിന്നിട്ട് അന്വേഷണം നടക്കട്ടെ എന്നേ ഞാൻ പറയൂ. പൂവലൊന്നും പുത്തരിയല്ല. 1976 SFI തുടങ്ങിയതാണ് ജീവിതം. അതുകൊണ്ട് അതൊന്നൊരു വിഷയമൊന്നുമല്ല. അതിനാരും ശ്രമിച്ച് പരാജയപ്പെടുകയും വേണ്ട. തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളെയും സർക്കാർ സംരക്ഷിക്കില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പരാതി, ഈ ആക്ഷേപം ഉന്നയിച്ച ആക്ട്രസിന് ആ പരാതി ഉന്നയിക്കുന്നതിനും ഔപചാരികമായി ഉന്നയിക്കുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകും. വന്നു കയറിയ കുരിശല്ലേ ചുമക്ക്, കർത്താവും ചുമന്നിട്ടുണ്ട്.